വെൽക്കം ബാക്ക് ടു ലബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരുവനന്തപുരം കൊല്ലം സൈഡിലൊക്കെ കാണുന്ന നല്ല നാടൻ ഉള്ളിത്തീയലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലബീസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളിയാണ്. ഇത് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉള്ളി ഒരു 3 കഷ്ണമായിട്ടെങ്കിലും കട്ട് ചെയ്തെടുക്കണം. അല്ലാതെ വലുതായിട്ട് കിടക്കുന്നേക്കാളും കുറച്ചുകൂടി ഒരു ഗ്രേവി ഉണ്ടാവാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു 10 വറ്റൽമുളക് വേണം, 9 10 മതി. പിന്നെ കരിവേപ്പില, പിന്നെ ഒരു 2 കപ്പ് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ കുറച്ചുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് കിട്ടും. പിന്നെ ഒരു 2 പച്ചമുളക് ഇങ്ങനെ മുറിച്ചെടുത്തത്. പച്ചമുളക് ഞാൻ എരിവില്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചീനിച്ചട്ടിയിലാണ്. അപ്പം ഇതൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലിട്ട് ഒന്ന് ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വറുത്തെടുക്കാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. നന്നായിട്ട് ഇത് എല്ലാം ഒരുപോലെ ആയി വരത്തുമില്ല. അപ്പം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇടുവാണ്. ഒരുപാട് ഉലുവ ഇടരുത്, ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ എപ്പോഴും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇളക്കാതെ ഇരുന്നാൽ ഇത് അടിയിൽ പിടിക്കുകയും അടിഭാഗം മാത്രം കൂടുതൽ വേവുകയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തതിൻ്റെ എല്ലാ കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ടിട്ടില്ല, കുറച്ച് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. നമ്മളിത് ഒരുപാട് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് വലിയ തീയിലിട്ട് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നന്നായിട്ട് വരത്തില്ല. ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുകയും വേണം. ഇപ്പം ഈ തേങ്ങ ഏകദേശം ഒരു ചെറിയ കളറിൽ മാറിയിട്ടേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ തേങ്ങ വറുക്കാൻ എടുക്കുമ്പോൾ ഒരുപാട് ഓയിലെടുത്ത് ഒഴിക്കരുത്, കുറച്ച് മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ നെല്ലിക്കയുടെ ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ പുളി. ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഈ പുളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/2 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോഴേ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് അവിടെ ഇരുന്ന് നന്നായിട്ട് അത് അലിഞ്ഞു വരും. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ സമയത്ത് ഇത് വീണ്ടും വറുത്തുകൊണ്ടേ ഇരിക്കാം. ഞാൻ നേരത്തെ അതെടുത്ത് വെക്കുന്ന സമയത്ത് പുളി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന വാളംപുളിയാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ചെറിയ ബ്രൗണൊക്കെ ആയിട്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എത്രയും നേരം വറുക്കുന്നുവോ അത്രയും നല്ല കളറിൽ ഉള്ളിത്തീയൽ കിട്ടും. ഒരുപാട് നേരം വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളറിലെ കറി കിട്ടും. അപ്പോൾ കുറച്ച് നേരം വറുക്കുന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു കളറ് കാണത്തില്ല. ടേസ്റ്റും നന്നായിട്ട് വറുത്തെടുക്കുന്നതാണ്. ഇപ്പോൾ നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ല ഗോൾഡൻ കളറിലായി വരണം. ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഞാൻ ചേർക്കുവാണ്. ഇപ്പം മല്ലിപ്പൊടി ഇടുന്നതിന് പകരം മല്ലിയായിട്ടും ഇട്ട് കൊടുക്കാം, പൊടിക്കാതെ തന്നെ പൊടിയല്ലാതെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പം പൊടിച്ചതാണുള്ളത്, അതാണ് ഞാൻ പൊടിച്ചത് ഇട്ട് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൽ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു കുറച്ചുകൂടി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വറ്റൽമുളക് കുറച്ചുകൂടി ഒന്ന് കൂടുതൽ എടുത്താലും മതി. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയും ചേർക്കാറുണ്ട്, അതുപോലെ വറ്റൽമുളകും ചേർക്കാറുണ്ട്. രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി പൊടികളൊക്കെ ഇട്ടാൽ പിന്നെ ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. പൊടികളൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്നൊരു മൂത്ത് മണം വന്നാൽ മതി. ഇപ്പോൾ അങ്ങനെ നല്ല ആ പൊടികളൊക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല ഒരു വറുത്ത സ്മെല്ല് വരുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണിത്. ഇതിപ്പം ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഇത് നല്ല വറുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പുളിയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിലൊന്നുമല്ല പിഴിഞ്ഞിരിക്കുന്ന, കുറച്ച് വെള്ളത്തിൽ മാത്രമേ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. ഇനി അത് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പൊടിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഈ പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നതിനാണ്. ഇപ്പോൾ നിങ്ങളിത് അടിച്ചെടുക്കണമെന്നില്ല, ഒന്ന് സ്പൂൺ വെച്ച് മിക്സാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വെച്ചിരിക്കുവാണ്. അതിൽ കുറച്ച് കൂടുതൽ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉള്ളിത്തീയൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഓയിൽ എടുക്കണം കറി വെക്കുന്ന സമയത്ത്. ഇതിലേക്ക് ഞാനൊരു 2-3 വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഓയിലെടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല തീയൽ ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഓയിൽ തെളിഞ്ഞ് വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉള്ളി ഒരു 3 പീസായിട്ടെങ്കിലും കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ. അങ്ങനെ ഇടുമ്പോൾ നന്നായിട്ട് വഴന്ന് വരികയും ചെയ്യും. കുറച്ചുകൂടി ഗ്രേവി നല്ല തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കൊരു നോർമൽ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ മൺചട്ടിയിലിട്ട് ഉണ്ടാക്കാം, അതും നല്ല ടേസ്റ്റാണ്. അലൂമിനിയം പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഞാനിതിൽ ഉള്ളിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ വേണമെങ്കിൽ അതിലും കുറച്ച് ഉപ്പൊക്കെ ഇടാം. പക്ഷേ ആദ്യമേ ചേർക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഞാനിപ്പം പക്ഷേ ചേർത്തിട്ടില്ല. ഞാനെല്ലാം ഉപ്പൊക്കെ ചേർക്കുന്നത് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴാണ്. നമ്മൾ തേങ്ങ എന്തായാലും അത് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുമല്ലോ, അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട്. ആ ഉള്ളിയുടെയൊക്കെ ആ വാടിയതിൻ്റെ മണവും വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നു, മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ളി വഴറ്റി കഴിഞ്ഞാലാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ കുറച്ച് കളറ് നന്നായിട്ട് ചേഞ്ചായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങയും പുളിയും ചേർത്ത് അരച്ച് വെച്ച ആ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അതും കൂടി ചേർത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണം. അപ്പോൾ അതിനാവശ്യമായ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അതിന് വലിയ കളറൊന്നും ആയിട്ടില്ല. കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചുകൂടി കളറൊക്കെ വരും. വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിയും വരും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളത്തിൽ കിടന്ന് ഉള്ളി നന്നായിട്ട്, ഓൾറെഡി ഇത് വഴറ്റിയെടുത്ത ഉള്ളിയാണ് എങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ കുറച്ചുകൂടി ആ ഗ്രേവിയിലോട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി അതിലേക്ക് പിടിച്ച് വരികയും ചെയ്യും. ആ പുളിയുടെ ടേസ്റ്റൊക്കെ അതിൽ കയറിയിട്ട് നന്നായിട്ടിരിക്കും ഇത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ തീയൽ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഞാനൊരു സർവിങ് ഡിഷിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഉള്ളിത്തീയൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.